Welcome to Alaami Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുത്താറി ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി, ഒരു ഗ്ലാസ് മുത്താറി ആ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള പൊടിക്കൊന്നും ചെയ്യാത്ത മുത്താറിയാണ് എടുത്തത്. അപ്പോൾ പച്ചരി നമ്മളൊരു 2-3 മണിക്കൂർ മുന്നേ മിനിമം കുതിർത്ത് വെക്കണം. മുത്താറി കുതിർത്ത് വെക്കണ്ട, നമ്മൾ അരി അരക്കുന്ന സമയത്ത് മുത്താറി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി. മുത്താറി നമുക്ക് വാങ്ങിക്കുമ്പോൾ 2-3 ക്വാളിറ്റിയിലുള്ള മുത്താറി കിട്ടും. അപ്പോൾ നമ്മൾ ലോ ക്വാളിറ്റി വാങ്ങിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിലൊരുപാട് കല്ലും മണ്ണും വേസ്റ്റും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കുക എന്ന് വെച്ചാൽ വലിയ പണിയാണ്. അപ്പം വാങ്ങിക്കുമ്പോൾ നല്ല മുത്താറി തന്നെ വാങ്ങിക്കുക. അതുപോലെ കല്ലുള്ള മുത്താറി ആണെങ്കിൽ അരിൻ്റെ കൂടെ ഇട്ട് കഴുകാണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴുകിയിട്ട് അരിൻ്റെ കൂടെ കൂട്ടി അരക്കുന്നതായിരിക്കും നല്ലത്. ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത അരിയും മുത്താറിയും കൂടി അതിൽ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്, അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. പിന്നെ നമുക്ക് കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മാവ് ഈ ഒരു ലൂസിൽ നമുക്ക് ആക്കിയെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം തിക്കാവരുത്, കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഉപ്പും കൂടിയും ചേർത്ത് ഇവിടെ കലക്കി വെക്കാം. കലക്കി വെക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാനിപ്പോൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അതിന് ശേഷമാണ് ദോശ ഉണ്ടാക്കുന്നത്. കാരണം ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം, അതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞാൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. കുറച്ച് ചെറിയ ഉള്ളി, മുളക് പൊടി, പുളി, ഉപ്പ് ഇത്തിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ആ മിക്സിയിൽ നിന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി. മുത്താറി ദോശൻ്റെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു മുളക് ചമ്മന്തി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ല് അടുപ്പിൽ വെക്കാം. അപ്പം ദോശൻ്റെ മാവ് അരച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചമ്മന്തി റെഡിയാക്കി വെച്ചാൽ പിന്നെ ചുട്ടതിന് ശേഷം റെഡിയാക്കേണ്ടി വരില്ല. അതുകൊണ്ട് ആദ്യം ഉണ്ടാക്കി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അരി അരച്ചത് ഉടനെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. പാനിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കേണ്ടത്, അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടാൻ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മാവ് കോരി ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. മേലെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും, എന്നാലേ നല്ല മൊരിഞ്ഞ് വരുള്ളൂ. അപ്പം ബാറ്റർ ഇതുപോലെ തന്നെ ലൂസാകുമ്പോൾ നമുക്ക് പാൻ വെച്ച് ചുറ്റിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് നമ്മൾ തവയിൽ കോരി ഒഴിച്ചിട്ട് പരത്തിയെടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് തന്നെയാണ് ഈസിയും ടേസ്റ്റ് ഇതുപോലെ തന്നെയാണ്. കാരണം ഇവിടെ കുഴി വന്നിട്ട് അത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതുപോലത്തെ ഒരു ദോശ. ഇതിപ്പോൾ നമ്മൾ വെള്ളയപ്പം എന്നും അറിയും. പണ്ടെല്ലാണെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, ഇരുമ്പിൻ്റെ കല്ലുണ്ട്, ദോശക്കല്ല്, അതിലാണ് ഉണ്ടാക്കാൻ. ഇപ്പം പിന്നെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇരുമ്പിൻ്റെ അതിൽ ഉണ്ടാക്കിയാൽ പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് അപ്പുറം ഇപ്പുറവും തിരിച്ച് മറിച്ചിട്ട് ഒന്ന് കുറച്ച് സമയം കൊടുക്കുക, എന്നാലേ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ദോശയെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു കട്ടൻ ചായ കൂടി ഉണ്ടാക്കാം. അപ്പോൾ അത്യാവശ്യം കടുപ്പമുള്ള നല്ല 2-3 ഏലക്കായലും ചതച്ചിട്ടിട്ട് കുറച്ച് മധുരം കൂട്ടിയിട്ടിട്ട് ഉള്ളൊരു കട്ടൻ ചായയാണ് ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോംബോ. ചമ്മന്തിൻ്റെ കൂടെ വേണമെങ്കിൽ മീൻ മുളകിട്ടത് കഴിക്കാം. കുറച്ച് കട്ടിയിലുള്ള
തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് നമുക്ക് ഈ ഒരു മുത്താറി ദോശയ്ക്ക് വേണ്ടത്. അപ്പോൾ മീൻ മുളകിട്ടതും കൂടി ഉണ്ട്. തലേ ദിവസത്തെ മത്തി മുളകിട്ടതാണ്. അപ്പം അതിന് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, അടിപൊളിയായിരിക്കുമല്ലോ. ഈ ഒരു മുളക് ചമ്മന്തിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മളെ ഉപ്പുമ്മാൻ്റെ ഒരു റെസിപ്പിയാണ്. എൻ്റെ ഉമ്മയെല്ലാം മുത്താറി ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പം പറയും ഇത് ഉപ്പുമ്മാൻ്റെ ചമ്മന്തിയാണ് ഇതിൻ്റെ പേര് തന്നെ. അപ്പോൾ മുളക് ചമ്മന്തി അല്ലെങ്കിൽ ഉള്ളിച്ചമ്മന്തി എന്നൊന്നും പറയില്ല. അപ്പോൾ ഉപ്പുമ്മാൻ്റെ ചമ്മന്തിയാണിത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മുത്താറി ദോശൻ്റെ കൂടെ ചമ്മന്തി മാത്രം മതി, മീൻകറിൻ്റെ ആവശ്യമൊന്നുമില്ല. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.